ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ ലെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം യാത്രയുണ്ട് ഈ സ്ഥലത്തിലോട്ട്. രാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. കാരണം എപ്പോഴത്തെയും പോലെ തന്നെ ഒരുങ്ങിയും സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് വന്നപ്പോൾ ഏകദേശം ഒരു 10-12 മണിയായി. എന്നാലും നമ്മളെ യാത്ര ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഫാമിലി ആയിട്ട് അവിടെയാണുള്ളത്. അപ്പോൾ അവരെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുറേ നാളുകൊണ്ട് ഇങ്ങനൊരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് നടന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരെല്ലാവരെയും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നോക്കി, ഈ പാടം, അതായത് ഇത് റാപ്സീഡിൻ്റെ പാടമാണ് കേട്ടോ. ഇപ്പം UK ഫുള്ള് ഇതാണ് ഇപ്പോൾ കാണുന്നത്. അടുത്തത് നോക്കിയാണ് ഉറങ്ങി. ഇതാണ് അവൻ്റെ മെയിൻ പരിപാടി. കാരണം വീട്ടിൽ ഞങ്ങൾ ഉറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഉറങ്ങത്തേയില്ല. പക്ഷെ എപ്പോഴും നമ്മളവനെ കാറിൽ നമ്മളെവിടെയെങ്കിലും ജസ്റ്റ് ഒരു 5 മിനിറ്റുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും പോയാൽ തന്നെ ആളപ്പം തന്നെ ഉറങ്ങും. എന്നാൽ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ ചാടിക്കൂട്ടി എണീക്കുകയും ചെയ്യും. അതാണ് അവൻ്റെ പരിപാടി. എന്തായാലും ഉറങ്ങി. ഞാൻ പതിയെ ഫ്രണ്ട് സീറ്റിലോട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫ്രണ്ട് സീറ്റിലിരുന്ന് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വന്നതോടുകൂടി എനിക്കങ്ങനെ, ഞാൻ അധികം അങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാറില്ല. കാരണം അവൻ എപ്പോഴും ബാക്കിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു വിഷമം. അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കയറി ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു വിഷമം തോന്നും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നത്. പിന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഫ്രണ്ടിലോട്ട് വരാറുള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ എനിക്കിങ്ങനെ ബാക്കിലിരിക്കുമ്പോൾ തലവേദന വരാറുണ്ട്. അത് നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്കങ്ങനെ പ്രശ്നമുണ്ട്. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് തലവേദന വരും. എന്നാൽ എനിക്കത് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ തലവേദന പോവുകയും ചെയ്യും. അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ കൂടുതലും അങ്ങനെ ബാക്കിൽ മോൻ്റെ കൂടെ അവൻ്റെ കൂടെ കളിച്ച് ബാക്കിൽ തന്നെ അങ്ങ് ഇരിക്കാൻ നോക്കും. തലവേദന വന്നാലും ചില സമയത്ത് ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഹസ്ബൻഡ് പറയും നീ ഫ്രണ്ടിൽ വാ എന്നൊക്കെ പറയും, പക്ഷെ എന്നാലും ഞാൻ പോകത്തില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഇപ്പം എന്തായാലും ഞാൻ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തോ ഈ സംസാരിക്കുന്നതെന്നല്ലേ? വേറൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ വിശക്കുന്നെന്ന് പറയുകയാണ്. എവിടെയെങ്കിലും സർവീസിൽ കയറി എന്തെങ്കിലും കഴിക്കാം, എന്തിന് കഴിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ KFC കയറി ബർഗറൊക്കെ വാങ്ങി. എനിക്ക് ഹസ്ബൻഡ് ബർഗറാണ് മേടിച്ചത്, മോന് നഗറ്റ്സാണ് ഇഷ്ടം. അങ്ങനെ അവന് അതും വാങ്ങി. ആൾക്ക് ചോറ്, നമ്മുടെ നാട്ടിലെ ഫുഡുണ്ടല്ലോ, അതൊന്നും ആൾക്ക് ഇഷ്ടമല്ല, ഇതൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ കഴിച്ചു. കണ്ടില്ലേ, ഞാൻ പിന്നെ ബേക്കിൽ വന്നു. അവരിങ്ങനെ ഡാൻസൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഡാൻസ്, പാട്ട്. ഞങ്ങളിപ്പോൾ വണ്ടിയിലൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ആളിങ്ങനെ ഡാൻസ് കളിക്കുവാണ്. ഞാൻ ഇങ്ങനെ എന്ത് സ്റ്റെപ്പ് കാണിച്ചാലും അവ അതേപോലെ കാണിക്കും കേട്ടോ. അതുപോലെ തന്നെ അവന് എപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോകണം, അതൊക്കെയാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ പറഞ്ഞതാ നമ്മുടെ ഹോട്ടൽ ഏതായാലും എത്താറായി കേട്ടോ. ഞങ്ങൾ ഹോട്ടലിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഹോളിഡേ എന്ന് പറഞ്ഞ ഹോട്ടലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ കയറി. നല്ല റൂമായിരുന്നു. ഈ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നു, പ്ലസ് ഒരു പാർക്കും കൂടെ ചേർന്നിട്ടുള്ളതായിരുന്നു. നല്ലതായിരുന്നു. അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂമൊക്കെ നല്ലതായിരുന്നു. പിന്നെ അയണിങ് ബോർഡ് എല്ലാമൊക്കെ ഉണ്ടായിരുന്നു. നാളെയാണ് ഞങ്ങൾ അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെന്താ, അവർ ഈ വീഡിയോയിൽ വരത്തില്ല കേട്ടോ, കാരണം അവർക്ക് താല്പര്യമില്ല. ഞാൻ മോൻ്റെ അടുത്ത് റൂമൊക്കെ ഇഷ്ടമായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവ ഓക്കെ എന്നൊക്കെ പറയും കേട്ടോ. ഇപ്പോൾ എനിക്ക് ഈ റൂമിലെ പിന്നെ സൈഡിൽ ഒരു 3 ലൈറ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുമായിരുന്നു, നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഇനി ഞങ്ങൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നൈറ്റ് ഡിന്നർ കഴിക്കാൻ പോകും. ഡിന്നറിന് മന്തി കഴിക്കണമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി മന്തി റെസ്റ്റോറൻ്റൊക്കെ തപ്പിയെടുക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.